Come, let's walk together with ഹൃദ്യാസ് വണ്ടർലാൻഡ്. നമസ്കാരം, ഹൃദ്യാസ് വണ്ടർലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാദസരം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ യുവതലമുറയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാദസരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റക്കാലിൽ കെട്ടാൻ പറ്റുന്ന കറുത്ത ചരടിലുള്ള പാദസരമായിരിക്കും. നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കറുത്ത ചരടാണ് വേണ്ടത്. പലതരത്തിൽ ഉള്ള ചരടുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഈ തിളങ്ങുന്ന കറുത്ത ചരടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ കണങ്കാലിൻ്റെ അളവെടുക്കുക. ആ അളവിനനുസരിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബീഡ് ക്യാപ്പാണ്. ഇവിടെ ഞാൻ മെറ്റലിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ മുത്തിൻ്റെ അപ്പുറം ഇപ്പുറം വെച്ച് മാല കോർക്കാനാണ് ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ബീഡ് ക്യാപ്പ് 2 എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രസ് ഹുക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വശത്ത് തുറന്നിരിക്കുന്ന വശത്ത് നൂല് കയറ്റിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ പഴയ കൊലുസിൽ നിന്നും 2 മുത്താണ്. അത് നമ്മുടെ ഈ കൊളുത്ത് ഫ്യൂസ് സ്റ്റാർ എന്ന് പറയുന്ന ഒരറ്റത്ത് ഒരു മുട്ട് പോലെ വന്നിട്ട് മറ്റേ അറ്റം നമുക്ക് കോർത്ത് മുത്തിങ്ങനെ ചെയ്തെടുക്കാനും പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നൂലിനൊപ്പം നമ്മളെടുത്തത് ഇവയൊക്കെയാണ്. ഇനി വേണ്ടത് ഒരു കൊളുത്താണ്. കൊളുത്തിൻ്റെ ഈ ഭാഗത്തും അതുപോലെ തന്നെ കണ്ണിയുടെ അവസാനവും 2 അറ്റത്തും നൂല് കെട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 2 കറുത്ത മുത്തുകൾ വേണം ഇതുപോലത്തെ. ഇനി ഒരു ഫാബ്രിക് ഗമ്മാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജ്വല്ലറി ഗമ്മും നമുക്ക് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. പിന്നെ വേണ്ടത് ഒരു സൂചിയും നൂലുമാണ്. ഇത് ജ്വല്ലറി ത്രെഡാണ്. സാധാരണ നൂലാണെങ്കിൽ ഒരു 3-4 സ്ട്രാൻഡ്സ് എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബലമായിട്ടിരിക്കുന്നത്. പാദസരം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഹുക്കിൻ്റെ അകത്ത് നൂല് വെച്ചിട്ട് ഒരു സൈഡ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഉറപ്പിച്ചിട്ട് നൂലിലൂടെ വെല്ലെ നമ്മുടെ വിരലുകൾ ഇങ്ങനെ ഓടിച്ച് അതേ വശത്ത്, അതായത് നൂല് തിരിഞ്ഞൊന്നും പോകാതെ ഒരേ വശത്തൂടി തന്നെ ഓടിച്ച് എന്നിട്ട് നൂലിൻ്റെ മറുവശത്തെത്തുമ്പോൾ അങ്ങനെ തന്നെ വേണം അടുത്ത പ്രസ് ഹുക്കും വയ്ക്കാൻ. അല്ലാതെ വയ്ക്കുമ്പോഴാണ് നമ്മുടെ പാദസരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നത്. പ്രസ് ഹുക്കിൻ്റെ നല്ല വശവും ഒരേ ലെവലിൽ വരണം. ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ ഈ കറുത്ത ചരടിനെ ഒന്ന് അളന്നെടുക്കുകയാണ്. അപ്പോൾ അളന്നെടുത്തതിന് ശേഷം ഇപ്പം ഞാനിവിടെ എടുത്തത് 12 സെൻറ്റിമീറ്റർ ഒന്നെടുത്തു. 12 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതേ 12 സെൻറ്റിമീറ്ററിൻ്റെ കൂടി വീണ്ടും ഒരു മടക്ക് കൂടി അതേ അളവിൽ തന്നെ ഒരു മടക്ക് കൂടി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മൊത്തം 24 സെൻറ്റിമീറ്റർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നൂലിൻ്റെ 2 അറ്റത്തും നമ്മുടെ ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ നൂലിൻ്റെ വശങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചിങ്ങനെ വിരിഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കൂടി ഒരുമിച്ച് വന്ന് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കെട്ടുന്ന സമയത്തൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ പ്രസ് ഹുക്ക് വെച്ചിട്ട് അതൊന്നുകൂടി സെക്യൂർ ആക്കുകയാണ്. നമ്മൾ കെട്ടിവെച്ച ഭാഗം ഈ പ്രസ്സറിൻ്റെ അകത്താക്കി ഇറക്കി വെച്ചിട്ട് നമ്മളൊരു പ്ലെയർ വെച്ച് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ വേണ്ടാന്നുള്ളവർക്ക് ആ കെട്ടിട്ട് കൊടുത്ത് അവിടെ ഒരു ഗം വെച്ച് അതൊന്നുകൂടി ഉറപ്പിച്ചതിന് ശേഷം ജ്വല്ലറി ഗമ്മ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ നൂലിനെ 2 മടക്കി അതിൻ്റെ നടുഭാഗത്ത് നിന്ന് കുറച്ചുകൂടി വിട്ടിട്ട് ഒന്ന് നോക്കുക. 2 കൊളുത്തിൻ്റെ അറ്റവും സെയിം ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശരിക്കും ഈ നൂലിൻ്റെ
നടുക്കല്ല നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ 2 വശങ്ങളിലായിട്ടാണ്. ഈ 2 വശത്തും കൂടിയായിട്ടാണ് നമ്മൾ മുത്ത് കോർക്കാൻ പോകുന്നത്. നൂലടയ്ക്കൊന്നും ഇങ്ങനെ ഇരിക്കരുത്. ഫ്ലവർ ക്യാപ്പും മുത്തും നല്ലതുപോലെ നൂലുമായിട്ട് നമ്മുടെ പാദസരത്തിൻ്റെ നൂലുമായിട്ട് ചേർന്നിരുന്നാൽ മാത്രമേ അത് ഇളകി പോകാതിരിക്കുകയുള്ളൂ. നല്ല ഉറപ്പായിട്ട് ഉറപ്പിച്ച് വയ്ക്കുക. ഒരു 2-3 തുന്നലിട്ട് ഉറപ്പിക്കുക. താഴേന്ന് കുത്തിയെടുത്ത് മുത്തിൻ്റെ ഹോളിൽ ശേഷം നമ്മുടെ അടുത്ത മുത്ത് കോർക്കാം. ഇനി നമ്മൾ കോർക്കാൻ പോകുന്നത് ഫ്യൂ സ്റ്റാറോട് കൂടിയ കറുത്ത മുത്താണ്. ഈ മുത്തുകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ പാദസരത്തിൽ എവിടെ വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള രീതിയിൽ കോർത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം വെച്ച ആ ഫ്ലവർ ക്യാപ്പ് മുത്തിൻ്റെയും എത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ടാണോ നമ്മൾ ഇപ്പം മുത്ത് കോർക്കാൻ പോകുന്നത് അതേ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ചെയ്യുന്നതാണ് കാണാൻ ഭംഗി. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്ലവർ ക്യാപ്പ് ചെയ്തതുപോലെ തന്നെ നല്ലവണ്ണം 2-3 സ്റ്റിച്ചിട്ട് ഉറപ്പിക്കണം. അതിന് ശേഷമേ അടുത്തതിലേക്ക് പോകാവൂ. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ അളവെടുക്കണം. അതായത് ആ ഫ്ലവർ ക്യാപ്പും മുത്തും തമ്മിലുള്ള അകലം എത്രയാണെന്ന് നോക്കിയിട്ട് അതേ അകലം വെച്ച് അടുത്തത് വീണ്ടും നമ്മൾ കോർത്തെടുക്കേണ്ടതാണ്. നമ്മളിനി കോർക്കാൻ പോകുന്നത് ഫ്ലവർ ക്യാപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ക്യാപ്പിൽ നിന്നും മുത്ത് വരെ എത്ര അകലം വെച്ചിട്ടുണ്ടോ അതേ അകലം വെച്ചിട്ട് തന്നെ ഇനി മുത്തിൽ നിന്നും അടുത്ത ഫ്ലവർ ക്യാപ്പ് കോർത്തെടുക്കേണ്ടത്. അതുപോലെ ബാക്കിലോട്ട് ഗ്യാപ്പ് നോക്കി എടുത്തു. ഇനി ബാക്കിലൊരു റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. ഈ സൂചി വെച്ച് തന്നെ ഈ മുത്തുകൾ തമ്മിലുള്ള അകലം നോക്കി ചെയ്താൽ മതി. ഇനി എവിടെയാണോ കറക്റ്റ് പൊസിഷൻ അവിടെ നമുക്ക് സൂചി കുത്തി അവിടെ നമ്മളിനി അടുത്തൊരു ഫ്ലവർ ക്യാപ്പും ഒരു കറുത്ത മുത്തു കൂടി കോർത്ത് നേരത്തെ ചെയ്തതുപോലെ ചെയ്തെടുക്കുക. ഈ ക്യാപ്പിന് മുകളിൽ കോർക്കുന്ന മുത്ത് ഇതുപോലെ നൂലൊക്കെ കുരുങ്ങി കിടക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ചെയ്യണം. എന്നാലേ അതിൽ നന്നായി ഉറച്ചിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഇളകിപ്പോവും. നമ്മുടെ ഒരു വശം കംപ്ലീറ്റായി. ഇത്രയും ഞാൻ ഈ വശത്ത് ചെയ്യുന്നുള്ളൂ. ഇനി അപ്പുറത്തെ വശത്ത് ചെയ്യാനായിട്ട് ഇതിനെ 2ആയി മടക്കിയിടുക. നൂല് രണ്ടും ചേർത്ത് വെച്ചിട്ട് അപ്പുറത്ത് നമ്മൾ എവിടെയാണോ ഫ്ലവർ ക്യാപ്പ് കോർത്തത് അതേപോലെ ഈ വശത്തും എതിർവശത്തും നമ്മൾ കോർക്കണം. അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് നീളത്തിന് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ നടുഭാഗത്തൊന്നും ചെയ്യുന്നില്ല. ആദ്യമേ പറഞ്ഞതുപോലെ പ്രസ് ഹുക്കിൻ്റെ നല്ല വശത്ത് തന്നെയാണ് ഈ ബീഡ്സും ഫ്ലവർ ക്യാപ്പും എല്ലാം ഫേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പുറത്തെ വശത്തും പ്രസ് ഹുക്കിൻ്റെ അതേ വശത്ത് തന്നെ ചെയ്യാൻ നോക്കണം. പ്രസ് ഹുക്കിൻ്റെ നല്ല വശത്ത് തന്നെ ചെയ്യാൻ നോക്കണം. മറുവശത്തെ ആദ്യത്തെ ഫ്ലവർ ക്യാപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അടുത്തത് മുത്ത് എവിടെയാണ് കോർക്കേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെ മുത്ത് കോർക്കുക. പിന്നെ ഒരു ഫ്ലവർ ക്യാപ്പും മുത്തും കൂടി കോർത്ത് ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.
കറുത്ത മുത്ത് കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ നൂല് നിവർത്തി പിടിക്കുമ്പോൾ കറുത്ത മുത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ അത് എങ്ങോട്ടാണോ ഫേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം. തിരിഞ്ഞു പോയാൽ ഭംഗിയുണ്ടാവില്ല, പിന്നെ വീണ്ടും അഴിച്ചെടുക്കേണ്ടി വരും. ആദ്യം മുതൽ നമ്മൾ ഇടയ്ക്കൊന്നും കെട്ടിടാത്തത് കൊണ്ട് ആദ്യം മുതലെല്ലാം ചെയ്തെടുക്കേണ്ടി വരും. അപ്പുറവും ഇപ്പുറവും ഒരുപോലെ തന്നെ കാണുന്നുണ്ട്. രണ്ടും ഇപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഓപ്പോസിറ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ നൂല് നേരെ ഇട്ട് ചെയ്യുമ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ മുത്ത് കോർക്കുക. ഇനി നമ്മുടെ അവസാനത്തെ ഫ്ലവർ ക്യാപ്പ് കൂടി കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാദസരം റെഡിയായി. ഈ ഒരു കാലിൽ കെട്ടുന്ന പാദസരം സാധാരണയായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലായി പ്രചാരത്തിലുണ്ടായിരുന്നത്. അവിടെ സ്ത്രീകൾ ഇടത് കാലിലും പുരുഷന്മാർ വലത് കാലിലുമാണ് ഇത് കെട്ടിയിരുന്നത്. ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കറുത്ത ചരട് കയ്യിൽ കെട്ടുന്ന മാതിരി അവർ കണ്ണ് അഥവാ ദൃഷ്ടി, പിന്നെ നമ്മുടെ ദുഷ്ടശക്തികളുടെ ഇതൊക്കെ ബ്ലാക്ക് ഈഗിൾ തോട്ട്സൊക്കെ മാറാനും നമുക്ക് ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ഉണ്ടാവാൻ, നെഗറ്റീവ് തോട്ട്സ് ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. നമ്മുടെ പാദസരം ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത് നമുക്ക് പാദസരം മാത്രമല്ല, ബ്രേസ്ലെറ്റും ഇതുപോലെ ചെയ്യാം. അതുപോലെ മാല ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കത് ഏത് രീതിയിലും എങ്ങനത്തെ ആഭരണങ്ങളായിട്ടും മാറ്റിയെടുക്കാം. നമുക്കണിയേണ്ട സാധനങ്ങൾ, വളയായാലും മാലയായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു സന്തോഷമൊന്ന് വേറെയാണ്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.